സ്പാർട്ട ഗേൾസ് റീയുണൈറ്റഡ്. സത്യത്തില് ഇതൊരു വലിയ ചതിയാണ്. പക്ഷെ ഈ ചതിയും അറിയാവുന്നത് ശൈത്യക്ക് മാത്രമാണ്. അനുമോളും ആദിലയും നൂറയും ഒരുപോലെ, ഞാൻ എടുത്തു പറയുകയാണ്, ആദിലയ്ക്കും നൂറയ്ക്കും ഇതിനകത്ത് ഈ വലിയ ചതിയുടെ കഥ ഇതുവരെയും അറിയത്തില്ല. പുറത്തു പോയതിനു ശേഷം അവരത് എങ്ങനെയാണ് സോർട്ട് ഔട്ട് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഏതായാലും ശൈത്യക്ക് ശൈത്യയുടെ ഭാഗം ന്യായീകരിച്ചേ പറ്റൂ. കാരണം ശൈത്യക്ക് പുറത്തുനിന്ന് കിട്ടിയ സൈബർ ബുള്ളിയിങ് ഇവിടെ ഒന്ന് മാറ്റിയില്ലെങ്കിൽ അനുമോളുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് അനുമോളെ കൊണ്ട് പറയിപ്പിക്കണം. അല്ലെങ്കിൽ അനുമോള് നമ്മൾ തമ്മിലുള്ള തെറ്റിദ്ധാരണ അത് മാറ്റി, പുറത്ത് എനിക്ക് ഭയങ്കര അറ്റാക്ക് ആണ് എന്ന് പറയിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ശൈത്യയുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവരുടെ ആ ഒരു വലിയൊരു കോംപ്രമൈസിങ്, ആ ഒരു ചർച്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ സീരിയൽ കാണുന്ന ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അങ്ങനെ ഈ ഒരു വീഡിയോ ക്ലിപ്പൊക്കെ കാണിച്ച് നമ്മൾ പ്രൊമോയിൽ കണ്ട ആ സംഭവം കംപ്ലീറ്റ് ആയിട്ട് എന്തായാലും നമുക്ക് എപ്പിസോഡിൽ കാണാൻ പറ്റും. അത് കണ്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇവർ 4 പേരും ഹഗ് ചെയ്ത്, ടൈറ്റ്ലി ഹഗ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി അവരുടെ സ്ഥിരം ആ ഒരു എന്താ പറയാ പുൽത്തകിടയിൽ ഇങ്ങനെ 4 പേര് ഇരിക്കുകയാണ്. ആദിലയും നൂറയും സൈലന്റ് ആയിട്ടാണ് കിടന്നു. കാരണം എന്ന് വെച്ചാൽ അവർക്ക് വീണ്ടും സമയമുണ്ട്. പക്ഷെ ശൈത്യയും അനുമോളും തമ്മിലുള്ള പ്രശ്നം എന്തായാലും പറഞ്ഞു തീർക്കണം. ഒറ്റ വാക്ക് കട്ടപ്പ, അതിന് ആ ഒരു ന്യായീകരണം കിട്ടിയേ പറ്റും. അനുമോൾ അന്നേരം പറയുന്നുണ്ട്, കട്ടപ്പയ്ക്ക് പിന്നിലെ യഥാർത്ഥ കഥ എന്തൊന്നും എനിക്ക് അറിയത്തില്ല, പക്ഷേ ആര്യന്റെ വിഷയം അത് ഏറ്റവും കൂടുതൽ അനുമോൾക്ക് അത് മാത്രമേ അറിയൂ. അതായത് അനുമോൾ പുറത്തെ ക്ലിപ്പ് കണ്ടിട്ടില്ല. ആ ആര്യന്റെ കാര്യത്തിൽ ശൈത്യയും അനുമോളും ഒന്നിച്ചു നിന്ന് തമാശ കളിച്ചത്, ആര്യനോട് ക്രഷ് ഉണ്ടെന്ന് അനുമോളെ കുറിച്ച് സത്യത്തിൽ അതോടെ പറഞ്ഞ് അത്രയും സീനാക്കിയത് ശൈത്യയും ബിന്നിയും കൂടിയാണ്. അങ്ങനെ അത്രയും ഇല്ലോജിക്കലായിട്ട് അങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടാക്കിയെടുത്ത് ഈ പറയുന്ന ആര്യനോട് അനുമോൾക്ക് എന്തോ ഉണ്ട്, ക്രഷാണ് എന്ന് വരുത്തി തീർത്തത് ഇവർ രണ്ടുപേരുമാണ്. അപ്പൊ അതാണ് സത്യം പറഞ്ഞാൽ ഈ അനുമോളുടെ മനസ്സിൽ കിടക്കുന്ന കട്ടപ്പ, അല്ലെങ്കിൽ ഈ പറയുന്ന ശൈത്യയോടുള്ള ദേഷ്യം. അതെങ്ങനെ വന്നു എന്നുള്ളത് കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അനുമോൾ അവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. കാരണം അനുമോൾക്ക് പുറത്തെ കാര്യം അറിയാത്തത് കൊണ്ട് അകത്തെ കാര്യം പറയാൻ എളുപ്പമാണ്. അപ്പോൾ പറയുന്നുണ്ട്, ജിഷൻ വന്നപ്പോൾ ഇത് പറഞ്ഞു, പിന്നെ ലാലേട്ടന്റെ അടുത്ത് ആ ആര്യന്റെ കാര്യം വന്നപ്പോൾ ഈ പറയുന്ന ശൈത്യ അത് സീരിയസ് ആയിട്ട് പറഞ്ഞ ടോണാണ് അത് അനുമോൾക്ക് അത്ര കണ്ട് സുഖിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ആ ആര്യന്റെ കാര്യത്തിനകത്ത് അത് ശൈത്യ പറഞ്ഞ ടോണ്, പിന്നെ മൊണ്ണ എന്ന് പറഞ്ഞ കാര്യത്തില് ശരിക്കും ശൈത്യ മാത്രമല്ല അനുമോളും ശൈത്യയും സംസാരിച്ച ആ കോൺവെർസേഷൻ, ആ ഒരു പ്രീവിയസ് കോൺവെർസേഷൻ എല്ലാം ഒന്നും അനുമോൾക്ക് ഓർമ്മയില്ല. പക്ഷേ അനുമോൾ പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും ജിസേലിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശൈത്യ അവിടെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ശൈത്യ പറയുന്നുണ്ട്, നീ അറിയാതെ ഞാൻ ജിസേലിനോട് പോയി പറഞ്ഞായിരുന്നു, ആ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് പറഞ്ഞില്ല, പക്ഷെ പിന്നെ പോയി ഞാൻ പറഞ്ഞായിരുന്നു, ജിസേലിനോട് പറഞ്ഞായിരുന്നു, ഞാനും ജിസേലിനെ കുറ്റമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന്. പക്ഷെ അത് അന്ന് അനുമോളെ ചേർത്താണ് ശൈത്യ അതവിടെ വിളമ്പിയത്. അതായത്